ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 4 വിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 162 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ 18 പോയിന്റ് ഒരു ഓവറിൽ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ആ ലക്ഷ്യം മറികടന്നിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ് ഡ്യൂവിൻ്റെ എഫക്റ്റ് എന്നുള്ളത്. ഈ ഒരു ടൂർണമെന്റിൽ തന്നെ ഏറ്റവും അധികം ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ലഭിച്ച ഒരു മത്സരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം മുംബൈയിലെ ഒരു പിച്ച് എന്ന് പറയുന്നത്, വാങ്കഡയിലെ പിച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് മത്സരം നടന്ന ഒരു പിച്ച് എന്ന് പറയുന്നത് മുംബൈയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലുള്ള ഒരു മത്സരം നടന്ന അതേ പിച്ച് തന്നെയായിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ 110 റൺസിന് മുകളിലുള്ള സ്കോറിൽ കൊൽക്കത്തയെ ഓൾ ഔട്ട് ആക്കാനായിട്ട് മുംബൈക്ക് സാധിച്ചിരുന്നു. അത് വളരെ ഈസി ആയിട്ട് ആ സ്കോർ ചേസ് ചെയ്യാനും മുംബൈക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു 2 പേസ്ഡ് വിക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള വിക്കറ്റ് അല്ലെങ്കിൽ കുറച്ച് പിടിച്ചു വരുന്ന വിക്കറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ള തരത്തിലുള്ള ഒരു വിക്കറ്റാണ് ഇന്ന് മുംബൈയിലെ ക്യൂറേറ്റർ ഈ മത്സരത്തിനായിട്ട് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒട്ടും തന്നെ ഈസി ആയിരിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉള്ളത് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ബാറ്റിലേക്ക് ബോളും വരും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടോസ് ജയിച്ച ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ഒരു പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. അപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ന്യൂ ബോളിന്റെ എഫക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനീഷ്യലി റൺസ് കണ്ടെത്താനായിട്ട് ആ ഒരു ഓപ്പണിംഗ് ബാറ്റർമാർക്ക് സാധിക്കുകയും ചെയ്യും. അത് നല്ലപോലെ ആ ഒരു ഇനീഷ്യലി റൺസ് കണ്ടെത്താനായിട്ട് അഭിഷേക് ശർമ്മയ്ക്കും ട്രാവിസ് ഹെഡിനും സാധിക്കുകയും ചെയ്തു. നല്ലൊരു തുടക്കമാണ് അവർ നൽകിയത്. പക്ഷെ അത് മുതലാക്കാനായിട്ട് പിന്നീട് വന്ന ബാറ്റർമാർക്ക് ആർക്കും തന്നെ സാധിച്ചില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് മുംബൈയുടെ ബൗളർമാർക്കാണ്. ആ ഒരു പേസ് എടുക്കുക എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിൽ ഒട്ടും തന്നെ സ്പീഡ് കൊടുക്കാതെ ആ പേസ് കൺട്രോൾ ചെയ്ത് എറിയുക എന്നുള്ളതാണ് ഫാസ്റ്റ് ബൗളർമാർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സ്പിന്നർമാരും കൂടുതൽ പേസ് കൊടുക്കാതെ കുറച്ച് സ്ലോ ആയിട്ട് ബോൾ ചെയ്യുക എന്നുള്ളതാണ് സ്പിന്നർമാരും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത്. അത് കൃത്യമായിട്ട് നിർവഹിക്കാനായിട്ട് അവരുടെ സ്പിന്നറായിട്ടുള്ള ഒരു പാർട്ട് ടൈം സ്പിന്നറായിട്ടുള്ള വിൽ ജാക്സന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 162 എന്ന് പറയുന്ന സ്കോറിൽ ഹൈദരാബാദ് ഒതുങ്ങിപ്പോയത്. പക്ഷെ അപ്പോഴും ഹൈദരാബാദിന് അവസാനത്തെ ഒരു 3 ഓവറിൽ നല്ലപോലെ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഓവറിൽ ഏകദേശം ഒരു 20ഓളം റൺസ് നേടാനായിട്ട് അവസാനത്തെ ഓവറായിരുന്നത് നേടാൻ അവർക്ക് സാധിച്ചു. അതുപോലെ എനിക്ക് തോന്നുന്നു 18ാമത്തെ ഓവറാണെന്ന് തോന്നുന്നു. അതുപോലെ ദീപക് ചഹറിന്റെ ഓവറിലും ഒരു 20 റൺസ് നേടാനായിട്ട് ഹെൻറിച്ച് ക്ലാസിനൊക്കെ സാധിച്ചതുകൊണ്ടാണ് ഈ ഒരു 162 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്താനായിട്ട് സാധിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു 150 എന്നൊക്കെ പറയുന്ന ഒരു പാർ സ്കോറാണ് ഈ ഒരു പിച്ചിൽ സാധാരണയായിട്ട് വരാറുള്ളത്. നല്ലപോലെ പിടിച്ചാണ് ബോൾ വന്നിരുന്നത് എന്നുള്ള പ്രത്യേകത ഉണ്ട്. എന്നാലും തുടക്കത്തിൽ SRHനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിംഗ് ബാറ്റർമാരുടെ ഒരു പ്രകടനം നല്ലതായിരുന്നു. അഭിഷേക് ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അദ്ദേഹം മാത്രമാണ് ഈ ബോളിന്റെ ഒരു വ്യത്യാസം നമ്മൾ നോക്കിയാൽ 40 റൺസ് അദ്ദേഹം നേടിയത് 28 ബോളിലാണെന്ന് കാണാൻ സാധിക്കും. പിന്നീട് ട്രാവിസ് ഹെഡിന്റെ പ്രകടനം 28 റൺസാണ് അദ്ദേഹം നേടിയത്. പക്ഷേ 29 ബോൾ എടുത്തിട്ടാണ് അദ്ദേഹം അത് നേടിയത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പിച്ച് എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു ബാറ്റ് ചെയ്യാൻ എന്നുള്ളത് നമുക്ക് ഒരു ബോളിന്റെ എണ്ണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഹെൻറിച്ച് ക്ലാസൻ 37 റൺസാണ് നേടിയത്. അദ്ദേഹം 28 ബോളുകൾ കളിച്ചിട്ടാണ് ആ 37 റൺസ് നേടിയത്. അതും ഞാൻ ഈ പറഞ്ഞതുപോലെ 18ാമത്തെ ഓവറിൽ ദീപക് ചഹറിന്റെ ഒരു ഓവറിൽ കുറച്ചധികം റൺസ് നേടാനായിട്ട് സാധിച്ചതുകൊണ്ടാണ് അത്രയും ഒരു 28 ബോളിൽ 37 എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിച്ചത്. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അനികേത് വർമ്മയുടെ ഒരു 8 ബോളിൽ 18 റൺസ് എന്നുള്ള ഒരു പ്രകടനം, ആ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനം കൂടെ ചേർന്നപ്പോഴാണ് ഈ 162 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത്. മുംബൈ ഇന്ത്യൻസിന്റെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ എല്ലാവരും തന്നെ മികച്ച രീതിയിലാണ് ബൗൾ ചെയ്തത്. പ്രത്യേകിച്ച് ട്രെന്റ് ബോൾട്ട് എപ്പോഴും ഒരുപാട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ബോളറാണ്. 4 ഓവറിൽ 29 റൺസിനാണ് ഒരു വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കിയത്. അതുപോലെ ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് നേടി. വിൽ ജാക്സന്റെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. 3 ഓവറിൽ 14 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റ്. അദ്ദേഹം ഒരു പാർട്ട് ടൈം ബോളറാണെന്ന് നമുക്കറിയാം. 3 ഓവറിൽ 14 റൺസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ലോ ആയിട്ടാണ് അദ്ദേഹം ബോൾ ചെയ്തിരുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇഷാൻ കിഷൻ സ്റ്റംഡ് ആയ ഒരു ബോൾ, നല്ലൊരു ബോളായിരുന്നു. ഔട്ട് സൈഡ് സ്റ്റംപ് മാറ്റി എറിഞ്ഞു, ബോൾ കുറച്ചൊന്ന് പിടിച്ചാണ് വന്നത്. അത് ബാറ്റിൽ കണക്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ ഒരു വിക്കറ്റ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്കറ്റ് നേടാനായിട്ട് അപ്പോൾ സാധിക്കുകയും ചെയ്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റും, ട്രാവിസ് ഹെഡിനൊക്കെ ആ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു പിച്ചിൽ അങ്ങനെ ഈസി ആയിട്ട് 6 അടിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പിച്ചായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബൗളിംഗ് പ്രകടനം വളരെ ക്രൂഷ്യൽ ആയത് എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഹാർദിക് പാണ്ഡ്യ എപ്പോഴും ഇപ്പോൾ നല്ലൊരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ആ അവസാനത്തെ ഓവറിൽ കുറെ റൺസ് വിട്ടുകൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ശരാശരി
കുറച്ച് മോശമായി എന്നുള്ളതാണ്. 4 ഓവറിൽ 42 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 1 വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിനും സാധിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ ആദ്യ ഇന്നിങ്സിൽ ഒട്ടും തന്നെ റൺസ് നേടാൻ എപ്പോഴും ഈ ഒരു ഡ്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുന്നത് ഒരു 8:30 മണി 9 മണി സമയത്താണ്. അതായത് 7 മണിക്ക് ഒന്ന് ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴാണ് ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് വരുന്നത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവർ ബാറ്റ് ചെയ്യാനായിട്ട് എത്തുമ്പോൾ തന്നെ ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് നല്ലപോലെ നമുക്ക് കാണാമായിരുന്നു. ഈവൻ നമ്മളത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ ബൗളർമാർ അവരുടെ പുറകിലൊരു ടവലുണ്ടാവും, അത് എടുത്ത് എപ്പോഴും ഈ ബോൾ തുടയ്ക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഗ്രൗണ്ടിൽ ആ ഒരു ബ്രേക്കിൻ്റെ ഇടയിലെല്ലാം അവർ ഡ്യൂ കളയാൻ വേണ്ടിയിട്ട് ഒരു കയറ് പോലെ ഒരു സംഭവം ഇങ്ങനെ ഓടിക്കുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാമറ ഈ ബൗണ്ടറി ലൈനിൻ്റെ പുറത്തു കൂടെ ഓടും. അപ്പോൾ അതിൻ്റെ ടയറിൽ കാണിക്കുമ്പോൾ അത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഡ്യൂ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഡ്യൂവിൻ്റെ ലക്ഷണങ്ങളായിട്ട് പലപ്പോഴും അവർ കാണിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും അത് കൃത്യമായിട്ട് ആ ഒരു ഡ്യൂവിൻ്റെ എഫക്റ്റ് അവർക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല സ്റ്റാർട്ട് നൽകാനായിട്ട് റിയാൻ റിക്കിൾട്ടനും രോഹിത് ശർമ്മയ്ക്കും സാധിക്കുകയും ചെയ്തു. രോഹിത് ശർമ്മ എപ്പോഴത്തെയും പോലെ ഒരു നല്ല 2-3 ഷോട്ടുകളൊക്കെ കളിച്ചിരുന്നു, നല്ല രീതിയിൽ കളിച്ചു വന്നാണ്. പക്ഷേ അദ്ദേഹം പുറത്തായി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 16 ബോളുകളാണ് 26 റൺസ് നേടിയത്. ആ ഒരു തുടക്കം നൽകുക, ആ പവർ പ്ലേയിൽ മാക്സിമം റൺസ് നേടാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു. റിയാൻ റിക്കിൾട്ടൺ അതുപോലെ തന്നെ 23 ബോളുകളിലാണ് 31 റൺസ് നേടിയത്. പിന്നീട് വന്ന വിൽ ജാക്സ് 26 ബോളുകളിൽ 36 റൺസ് നേടി. സൂര്യകുമാർ യാദവ് 15 ബോളിലാണ് 26 റൺസ് നേടിയത്. ഹാർദിക് പാണ്ഡ്യ 9 ബോളുകളിലാണ് 21 റൺസ് നേടിയത്. തിലക് വർമ്മ 17 ബോളുകളിലാണ് 21 റൺസ് നേടിയത്. ഇത് ഞാൻ എഴുതി വെച്ചിങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് ടീമിൻ്റെയും ബാറ്റർമാർ തമ്മിലുള്ള ഒരു പ്രകടനത്തിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു ബോൾസിൻ്റെ എണ്ണം എടുത്ത് നമ്മൾ നോക്കുമ്പോൾ അവർ 23 ബോളിൽ 31 റൺസ്, 16 ബോളിൽ 26 റൺസൊക്കെയാണ്. ഇത് തന്നെ നമ്മൾ ഹൈദരാബാദിൻ്റെ ഒരു ഇത് നമ്മൾ നോക്കിയ സമയത്ത് ഏകദേശം ഒരു റൺ എ ബോൾ എന്നുള്ള നിലയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈവൻ ബൗളർമാരുടെ ഫിഗേഴ്സ് എടുക്കുമ്പോൾ പോലും അങ്ങനെയാണ്. പാറ്റ് കമ്മിൻസ് 4 ഓവറിൽ 26 റൺസ് തുടങ്ങി 3 വിക്കറ്റാണ് കരസ്ഥമാക്കിയത്. നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹം സാധിച്ചു. പക്ഷേ ഇഷാൻ മലിംഗ കുറച്ചൊന്നും എക്സ്പെൻസീവ് ആയി പോയി. ആ ഒരു അവസാന ഓവറിൽ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചു. 2 വിക്കറ്റ് നേടാനായിട്ട് അതിന് സാധിച്ചുവെങ്കിലും 4 ഓവറിൽ 36 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. 2 വിക്കറ്റ് നേട്ടം കൈവരിച്ചു. പക്ഷേ അത് അവസാനത്തെ ഒരു ഓവറിലായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ 3 ഓവറിൽ 31 റൺസാണ് വഴങ്ങിയത്. 1 വിക്കറ്റ് നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അവർ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് രാഹുൽ ചഹറിനെയാണ് ഈ ഒരു മത്സരത്തിൽ ഇറക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് ഓരോ ഓവർ ബൗൾ ചെയ്യിച്ചതിന് ശേഷം പിന്നെ ബൗൾ ചെയ്യിക്കാനായിട്ട് പാറ്റ് കമ്മിൻസിന് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളറിനെ ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് സബായിട്ട് രാഹുൽ ചഹറിനെ ഇറക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോസ് വളരെ വളരെ നിർണായകമായി എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ ഡ്യൂവിൻ്റെ എഫക്റ്റിനെ പറ്റി പറയുമ്പോൾ പല ആളുകളും ഡ്യൂവിൻ്റെ എഫക്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇന്നാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു മത്സരം ഉണ്ടായത്. നല്ല ഈസി ആയിട്ട് ബാറ്റിലേക്ക് ബോൾ ഒഴുകി വരുന്ന പോലെ ഒരു ഫീല് ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ ഒരുപാട് ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടായിട്ടില്ല. ഒരു എന്താ പറയുക, ഒരു 75% എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നല്ല പോലെ 100% ഡ്യൂവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതൊന്നുമല്ല. ഇതിനേക്കാൾ മനോഹരമായിട്ട് ഒരു ടൈൽസ് ഉള്ള ഒരു പ്രതലത്തിൽ നമ്മൾ ബാറ്റ് ചെയ്യുന്ന പോലെ ബോൾ കുത്തി ബാറ്റിലേക്ക് ഒഴുകി വരും എന്നുള്ളതാണ് ഡ്യൂവിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിച്ചിരിക്കുകയാണ്. 7 മത്സരങ്ങൾ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൽ 4 മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടപ്പോൾ 3 മത്സരങ്ങളിൽ അവർ ജയിച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെ 7 മത്സരങ്ങളാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ അവർക്ക് 2 മത്സരങ്ങളിൽ മാത്രമേ ജയിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 5 മത്സരങ്ങളിലും പരാജയപ്പെടാനായിരുന്നു അവരുടെ വിധി എന്ന് പറയുന്നത്. ഏതായാലും നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ച് മുംബൈ ഇന്ത്യൻസ് പോയിന്റ് ടേബിളിൽ പതുക്കെ പതുക്കെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ജയം മണത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ളതാണ്. ഏതായാലും ഒരു ക്ലാസിക് പോരാട്ടം കാണുവാനായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യാണ്. ഈ ഞായറാഴ്ച മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിൽ ഇതേ സ്റ്റേഡിയത്തിൽ വാങ്കഡയിൽ വീണ്ടും ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. ഏതായാലും ഇതുപോലെ തന്നെ നല്ല മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.